ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് Q&A ആയിട്ടാണ്. സംഭവം നമ്മള് വേറെ ഒന്നുമല്ല, സാവിക പറഞ്ഞു കൊടുക്കും. നമ്മള് ഈ Q&A എന്ന് പറഞ്ഞാല് കമന്റിൽ നിന്നൊന്നും എടുത്തിട്ടുള്ളതല്ല, നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഞാൻ എന്റെ കാര്യങ്ങൾ ദേവുവിനോടും ദേവുവിന്റെ കാര്യങ്ങൾ എന്നോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ Q&A. പോയിന്റ് ഉണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര് ചോദിക്കണം? നമ്മൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഡയറിയാണ് ഇട്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഫസ്റ്റ് തൊട്ട് 4th വരെ പഠിച്ച സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മിസ്സും. LVPS സ്കൂൾ LVPS ആണ്. എനിക്ക് അറിയത്തില്ല, ഞാൻ കൊച്ചല്ലായിരുന്നു അന്ന്. ഓക്കെ, ദേവുവിന് ഒരു ക്വസ്റ്റ്യന്റെ ഹാഫ് പോയിന്റ് പോയി. അതിങ്ങനെ പിന്നെ അര മാർക്ക് കിട്ടോ? അര മാർക്ക്, കാരണം ക്വസ്റ്റ്യൻ 1 ആണ്. അപ്പൊ നീ ഒന്നിന്റെ ആൻസർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അര മാർക്ക് ദേവുവിന് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് നീയാണ് ചോദിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദേവുവാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. എളുപ്പമാണേ. എന്റെ ഫേവറേറ്റ് ഫ്ലവർ. എനിക്ക് തോന്നുന്നു ഞാൻ കളേഴ്സ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഫേവറേറ്റ് ഫ്ലവർ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഫ്ലവർ 2 ഉണ്ടെന്ന് കൺഫ്യൂഷൻ ആണ്. ഒന്ന് ജാസ്മിനും ഒന്ന് റോസും. ഏതാണെന്ന് പറയും. ജാസ്മിൻ ഉറപ്പിച്ച? രണ്ടുമല്ലേ, ലില്ലി. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ലില്ലിയാണ്. ഞാൻ കൊച്ചിലെ മുതലേ ലില്ലിയാണ് പറയുന്നത്. ആണ് മൊട്ടെ. ഓക്കെ ഗൈസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഞാൻ ജനിച്ച ഹോസ്പിറ്റൽ. ഞാൻ പറഞ്ഞുതരാം, മംഗല ഹോസ്പിറ്റല്. ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരഫിയും ചേച്ചിയൊക്കെ ജനിച്ചത് മംഗല ഹോസ്പിറ്റലാണ്. ഓക്കെ, ദേവുവാണ് ചോദിക്കുന്നത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ പറയാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗേളിലെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ടും പിന്നെ എന്റെ ഡാൻസ് ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ടും. ഞാൻ പറയാം. സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരഫിയാണ്. ഡാൻസ് ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് കല്ലു. റിയൽ നെയിം ദിയ. സിമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തേനെ ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? കുഴിമന്തി. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ അവൾക്ക് ചോദിക്കുന്നത്. ഇനി ടാസ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതേ ഉള്ളൂ. ഉണ്മയാണ് ഇത്. ചേച്ചി നല്ല എളുപ്പമാണ്. ഞാൻ എപ്പോഴും ചേച്ചിയോട് ചോദിക്കുന്ന ഒരു ഡ്രസ് ചെയ്തു. ചേച്ചി ബാഗി ജീൻസ് തരൂ. ബാഗി ജീൻസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. അതെനിക്കെങ്ങനെ അറിയാം? ചേച്ചിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യോ? ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടം അല്ല. എനിക്കറിയില്ല, ചേച്ചി പറയും. ക്രാഫ്റ്റ് ഞാൻ പറഞ്ഞു. ക്രാഫ്റ്റ് കുഴപ്പമില്ല. എനിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ബോയ്സിലെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചില്ലേ? ബോയ്സിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരൊക്കെയാണ്? ഞാൻ പറയാം. സ്കൂളിലെ ദേവുവിന്റെ ബോയ് ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ അഭിനവാണ്. ട്യൂഷൻ ക്ലാസ്സിലെ ദേവുവിന്റെ ബോയ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അത് ഫ്രണ്ട് അല്ല, ഫ്രണ്ട്സ് 2 പേരുണ്ട്. ഒരാളെ പേര് കൈലാസ്, ഒരാളെ പേര് ആരോമല്. ഇവര് 3 പേരാണ് ദേവുവിന്റെ ബോയ് ബെസ്റ്റ് ഫ്രണ്ട്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രദർ ആരാണ്? അതിന്റെ കിട്ടു. ചേട്ടൻ അർജുൻ. കിട്ടു ചേട്ടനാണ്. കിട്ടു ചേട്ടനാണ് എന്റെ ബ്രദർ. ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നിട്ട് അവള് എന്റെ ക്വസ്റ്റ്യൻസ് എളുപ്പമാണെന്ന് പറയുന്നു. നല്ല എളുപ്പമാണ്. നമ്മുടെ പണ്ടത്തെ കളി എന്തായിരുന്നു? എപ്പോഴും കളിക്കുന്ന കളി ഏതെന്ന് ചോദിച്ചാൽ ലീന ആൻഡ് മീന. നമ്മൾ എപ്പോഴും കളിക്കുന്നത്. നമ്മൾ സത്യത്തിൽ ഈ കളി ഉണ്ടാക്കി തന്നെ നമ്മളാണ്. ചേച്ചി എപ്പോഴും സാങ്കല്പികമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ലീന ആൻഡ് മീന. എവിടെന്ന് കിട്ടിയോ എന്തോ കുഞ്ഞിലെ മുതലേ കളിക്കുന്നത്. എനിക്ക് അറിവുള്ള പ്രായം തൊട്ടേ കളിക്കുന്ന കളിയാണ് ലീന മീന. ഇത് സത്യത്തിൽ 2 ഫ്രണ്ട്സിന്റെ ഒരു ആത്മബന്ധമാണ്. വേറെ ജാനുവാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ കളിക്കാൻ മഞ്ജു. പിന്നെ ജാനുവിന്റെ അനിയൻ നീരവ് വരികയാണെങ്കിൽ അവൻ സന്ദീപ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം, ഒരു കൺട്രി. കൊറിയ എന്നല്ല, കൊറിയ ഉണ്ട്. ജപ്പാൻ. അടുത്ത ക്വസ്റ്റ്യൻ സാബിക ബിനോജ്. എന്റെ ഒരു കൊച്ചാഗ്രഹം പറ.
നിന്റെ ഒരു കൊച്ചാഗ്രഹോ എനിക്കറിയില്ല. കാറ് വേണമെന്ന്. ആ. കാറ് വേണമെന്നൊരു ആഗ്രഹമാണ് ദേവുവിന്റെ. Guys, ഇതിനകത്ത് win ചെയ്തത് സാബിക തന്നെ. ദേവു തന്നെ win ചെയ്തേക്കുന്നത്. 11 മാർക്ക്. അപ്പൊ ഇതിന്റെ ചേച്ചി മനസ്സിലാക്കാം. ഒന്നും എന്റെ കാര്യങ്ങളൊന്നും ചേച്ചിക്ക് അറിയില്ല, ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ Q&A ഇവിടെ തീർന്നിരിക്കുന്നു. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ബൈ.